ഹായ് സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ കാൽക്കുലസിൽ നിന്നുള്ള ഒരു രസകരമായ ആശയമായ മീൻ വാല്യൂ തിയറം (MVT) നമ്മൾ പര്യവേക്ഷണം ചെയ്യും. ആശങ്കപ്പെടേണ്ട, നമ്മൾ അത് ലളിതവും മനസ്സിലാക്കാൻ എളുപ്പവുമാക്കും. തുടങ്ങാം. മീൻ വാല്യൂ തിയറം എന്താണ്? മീൻ വാല്യൂ തിയറം എന്തെങ്കിലും ഒരു വസ്തുവിന്റെ മാറ്റം സമയത്തിനോ ദൂരത്തിനോ അനുസരിച്ച് എങ്ങനെ സംഭവിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു മാർഗമാണ്. അത് എന്തെങ്കിലും ഒരു വസ്തുവിന്റെ മൊത്തത്തിലുള്ള ശരാശരി മാറ്റത്തിന്റെ നിരക്ക് ഒരു നിശ്ചിത നിമിഷത്തിലെ കൃത്യമായ മാറ്റത്തിന്റെ നിരക്കുമായി ബന്ധിപ്പിക്കുന്നു. അത് എന്താണ് പറയുന്നത്? ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക് ഒരു നേർരേഖയിൽ കാർ ഓടിക്കുകയാണെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾ പോയിന്റ് എയിൽ ആരംഭിച്ച് പോയിന്റ് ബിയിൽ അവസാനിക്കുന്നു. മീൻ വാല്യൂ തിയറം പറയുന്നത്, നിങ്ങളുടെ യാത്രക്കിടയിൽ ഏതെങ്കിലും ഒരു നിമിഷം, നിങ്ങളുടെ വേഗത മുഴുവൻ യാത്രക്കുമുള്ള നിങ്ങളുടെ ശരാശരി വേഗയ്ക്ക് കൃത്യമായി തുല്യമായിരിക്കണം എന്നാണ്. ഇത് എങ്ങനെ ചിന്തിക്കാം? ഒരു മിനുസമാർന്ന കുന്നിൻ മുകളിൽ കയറുന്നത് ചിന്തിക്കുക. നിങ്ങൾ കുന്നിൻ മുകളിൽ 2 പോയിന്റുകൾ തിരഞ്ഞെടുത്ത് അവയ്ക്കിടയിൽ ഒരു നേർരേഖ വരയ്ക്കുകയാണെങ്കിൽ, തിയറം ഉറപ്പുനൽകുന്നത് കുന്നിൻ മുകളിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചരിവ് ആ വരയുടെ ചരിവുമായി യോജിക്കുന്നു എന്നാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ആ പോയിന്റിലെ കുന്നിന്റെ ചരിവ് 2 പോയിന്റുകൾക്കിടയിലുള്ള മൊത്തത്തിലുള്ള ഉയർച്ചയോ താഴ്ചയോ ആണ്. ഇത് എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടത്? മീൻ വാല്യൂ തിയറം എന്തെങ്കിലും ഒരു വസ്തു മാറുന്നതിലെ പാറ്റേണുകൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അത് നമുക്ക് കാണിച്ചുതരുന്നത് മിനുസമാർന്നതും തുടർച്ചയായതുമായ പ്രക്രിയകൾക്ക് എല്ലായ്പ്പോഴും നിമിഷം യോജിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട് എന്നാണ്. ശരാശരി മാറ്റം. ഇത് ഗണിതശാസ്ത്രത്തിലും ഭൗതികശാസ്ത്രത്തിലും അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിലും വളരെ ഉപയോഗപ്രദമാണ്. പ്രധാന ടേക്ക് അവേ: ഒരു കാറിന്റെ യാത്ര, ഒരു കുന്നിന്റെ ആകൃതി അല്ലെങ്കിൽ താപനില പോലെ എന്തെങ്കിലും മിനുസമായി മാറുകയാണെങ്കിൽ, നിലവിലെ മാറ്റത്തിന്റെ നിരക്ക് ശരാശരി മാറ്റത്തിന്റെ നിരക്കുമായി യോജിക്കുന്ന ഒരു നിമിഷമോ സ്ഥലമോ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. അത്രയേയുള്ളൂ ഇന്നത്തേക്ക് സുഹൃത്തുക്കളെ. ഈ ലളിതമായ വിശദീകരണം മീൻ വാല്യൂ തിയറം നന്നായി മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാണുന്നതിന് നന്ദി. അടുത്ത തവണ കാണാം.